ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ ക്രേസി കപ്പിൾ വ്ളോഗ്സ്. അപ്പം ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പോൾ ഞാനിവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. ദോശയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്. ഇപ്പോൾ രാവിലെ എൻ്റെ ബ്രോ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവനെന്തോ മൊബൈലിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുവാണ്. ഇവിടെ നമുക്ക് എൻ്റെ ഹസ്ബൻഡിനെ നോക്കാം, പുള്ളിക്കാരൻ എന്താ ചെയ്യുന്നതെന്ന്. പുള്ളിക്കാരൻ രാവിലെ എണീറ്റ് സ്ഥിരം മൊബൈൽ നോക്കുന്ന പോലെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പോയപ്പോഴത്തേക്കും. ഇതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് എൻ്റെ മോൾ മാത്രമാണ് രാവിലെ എഴുന്നേറ്റ് കൃത്യമായിട്ട് ബ്രഷൊക്കെ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആൾ. രാവിലെ തന്നെ അവൾ ഗീ റോസ്റ്റാണ് ചോദിച്ചത്. അപ്പോൾ ഗീ റോസ്റ്റ് ഞാൻ ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ അവൾ നല്ല സൂപ്പറായിട്ടിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും മിക്കിയേട്ടൻ ഫ്രഷായിട്ട് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴും മിക്കിയേട്ടൻ എപ്പോഴും മൊബൈൽ നോക്കലാണ് പതിവ്. വാമി ആ സമയത്തേക്ക് അവളുടെ കളറിങ് ബുക്കൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കളറിങ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ അവൾക്ക് ബുക്സൊക്കെ മേടിച്ചു കൊടുക്കാറുണ്ട്. കാരണം അവൾക്ക് നല്ല ഇഷ്ടമാണ് കളറിങ്ങും പിന്നെ അതുപോലെ ഇതുപോലെ ലെറ്റേഴ്സൊക്കെ സ്പോട്ട് ചെയ്ത് വരയ്ക്കാനൊക്കെ. ക്ലാപ്പ് അച്ഛനത്തെ കാണിക്കാൻ പറ, എൻ്റെ കൈ കുത്തിയല്ലേ. ഈ ബുക്ക് നല്ല ക്യൂട്ടാട്ടോ. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. നല്ല രസമുണ്ട് ഈ ബുക്ക് കാണാൻ. അത് നല്ല ക്യൂട്ട് പിക്ചേഴ്സാണ് അതിലുള്ളത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഞാൻ ഒരു ഡ്യൂട്ടി ഏൽപ്പിച്ചത്. മല്ലിയിലയും പുതിനയിലും ഇല്ലായിരുന്നു ഞങ്ങൾ ബിരിയാണി റെഡിയാക്കാനായിട്ട്. അപ്പോൾ അത് മേടിക്കാനായിട്ട് എനിക്ക് പറഞ്ഞു. കൂടെ വാങ്ങിയും കൂടെ പോയി. അപ്പോൾ ഞങ്ങളിവിടെ ഡ്യൂട്ടീസൊക്കെ ഷെയർ ചെയ്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചിക്കൻ വയ്ക്കുന്ന എൻ്റെ ബ്രദറാണ്. അതുപോലെ റൈസ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എൻ്റെ അനിയൻ നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. അപ്പോൾ അവൻ ഇവിടെ സവോളയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഇച്ചിരി മ്യൂസിക് ആയാലോ. അപ്പോൾ നമ്മൾ ഇവിടെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും മ്യൂസിക്കൊക്കെ ഇട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് നല്ലൊരു വൈബാണത്, കുക്കിംഗ് വിത്ത് മ്യൂസിക്. അപ്പോൾ എൻ്റെ ബ്രദർ ഇവിടെ ചിക്കൻ കറി വയ്ക്കാനൊക്കെ സവോളയൊക്കെ വഴറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുക്കറിലാണ് ഇന്ന് റൈസ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ സവോളയും ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റുന്നുണ്ട്. കുക്കറിലിത് ക്ലോസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ്കറ്റും അതുപോലെ തന്നെ വിസിലും യൂസ് ചെയ്യത്തില്ല. അങ്ങനെയാണ് ക്ലോസ് ചെയ്ത് വെക്കുന്നത് വഴറ്റുമ്പോഴൊക്കെ. വാമിയെ ഈ സമയത്ത് കാണത്തുണ്ട്. ഞാനിന്ന് റൂമിൽ പോയി നോക്കിയപ്പോഴത്തേക്കും അവിടെ ഒരു ഫുൾ ടോയ്സൊക്കെ ഇട്ട് കുളമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കുള്ള പണിയാണ് വാമി ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ വഴറ്റി വെച്ച് ഉള്ളിയിലോട്ട് ഇപ്പോൾ തക്കാളിയും മല്ലിയിലയും മിൻറ്റ് ലീഫും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഏകദേശം വേണ്ട വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയപ്പോഴത്തേക്കും കുറച്ച് ഒരു ടീസ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എങ്കിൽ നമുക്ക് റൈസ് കുറച്ചുകൂടി നല്ല ബെറ്റർ നല്ലോണം ഒട്ടിപ്പിടിക്കാതെ കിട്ടും. ശേഷം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വെക്കുന്നുണ്ട്. തിളച്ച് നല്ലോണം വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ബിരിയാണി റൈസ് അല്ല, ഇത് ജീര റൈസാണ്. കൈമാ റൈസ് എന്നും പറയും. അതായത് മലബാർ സൈഡിലേക്ക് കിട്ടുന്ന ബിരിയാണിയിലെ നൈസായിട്ടുള്ള കുഞ്ഞരി, അതാണ്. എന്നിട്ട് വെള്ളം നല്ലോണം തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ഈ റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം വെള്ളത്തിൽ നിന്ന് കുറച്ചുകൂടെ ഉപ്പ് ടേസ്റ്റ് നമുക്ക് പിടിക്കണം. അങ്ങനെയാണ് ഇത് കൊടുക്കാൻ. എന്നിട്ട് നല്ലോണം ഇത് തിളപ്പിക്കാൻ വയ്ക്കുക. നല്ലോണം തിളയ്ക്കാൻ വയ്ക്കുക. പിന്നെ അതിന് ഇളകി കൊടുക്കാൻ നിൽക്കരുത്. നല്ലോണം വെട്ടി തിളച്ചിട്ട് ഇത് ഈ ഒരു പരുവത്തിലാവണം. ഈ ഒരു പരുവത്തിലാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ലോ ഫ്ലെയിം ചെയ്ത് വയ്ക്കുക. കുറേ കഴിയുമ്പോഴത്തേക്കും ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആയിക്കട്ടെ. ഈ ഹോൾസ് വരുമ്പോഴത്തേക്കും നമ്മൾക്കിതൊന്ന് ക്ലോസ് ചെയ്യാം. കുക്കർ ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഗ്യാസ്കറ്റ് അതായത് വാഷർ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വിസിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നില്ല. കാരണം തിളച്ച ഇതായതുകൊണ്ട് നമ്മൾക്കത് ഡേഞ്ചറാണ്. അതിന് ശേഷം ക്ലോസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ വിസിലിടുന്നത്. കൈമാ റൈസ് പെട്ടെന്ന് വേവുന്ന അരിയായതുകൊണ്ട് തന്നെ നമ്മൾക്കിതൊരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് ഓഫ് ചെയ്യാം.
അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. കാരണം ഇതൊന്ന് സെറ്റായി എടുക്കാനാണ്. കാരണം ഇത് കൂടിച്ചേർന്നൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇത് ഇളകി കൊടുക്കുക. എന്നിട്ട് ഇതിലോട്ട് ഒന്ന് നെയ്യിലൊക്കെ ഇട്ട് മുരിച്ചെടുത്ത ഉള്ളിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വാമിയുടെ പ്ലേറ്റിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഇത് ഉച്ചയൊക്കെ ആയി, അപ്പോൾ വാമിക്ക് ഫുഡ് കൊടുക്കാം. ഞാൻ അവളുടെ ഫേവറേറ്റ് ബീഫ് പ്ലേറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിലോട്ട് ഞാൻ ഇതുപോലെ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അധികം റൈസൊന്നും ഇടുന്നില്ല, കുറച്ച് റൈസും ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള അവളുടെ ചിക്കൻ ലെഗ് പീസ് വെക്കുന്നുണ്ട്. കറി ഇച്ചിരി എരിവാണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാനായിട്ട് ഒരു 2 or 3 ഡ്രോപ്സ് ഇങ്ങനെ സ്പൂണിൽ റൈസിലോട്ട് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അവളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്യാരറ്റ്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വാമിയുടെ പ്ലേറ്റ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവളുടെ പ്ലേറ്റ് എന്ന് പറയുന്നത് അതൊരു അടിപൊളി പ്ലേറ്റാണ് കേട്ടോ. ഇത് ലവ് ലാപ്പിൻ്റെ ബാംബു ഡിന്നർ സെറ്റാണ്. ഇത് നാച്ചുറൽ ബാംബു ഫൈബർ കൊണ്ട് ഉണ്ടാക്കിയ ഡിന്നർ സെറ്റാണ്. ഇത് വരുന്നത് 3 പീസായിട്ടാണ്. അതായത് ഒരു വലിയ പ്ലേറ്റ് ഉണ്ട്, പിന്നെ ഒരു ചെറിയ ബൗൾ പോലത്തെ ഒരു ഐറ്റം, പിന്നെ ഒരു കപ്പുണ്ട്, പിന്നെ ഒരു ഫോക്കും ഒരു സ്പൂണും ഉണ്ട്. ഈ പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇതിൻ്റെ കോർണർ ഉണ്ട്, ഒരു ഫില്ല് ചെയ്തേക്കും അവർ. അതാകുമ്പോഴത്തേക്കും കുട്ടിക്ക് നല്ലോണം ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റും. അവർക്ക് തന്നെ പ്ലേറ്റ് നല്ലോണം ഗ്രിപ്പ് ചെയ്ത് പിടിക്കാൻ പറ്റുന്ന ഒരു ഷേപ്പിൽ അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലേറ്റിൽ വരുമ്പോൾ ഈ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ കുഞ്ഞിനൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. അതുമാത്രമല്ല സെൽഫ് മീനിങ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ഈ പ്ലേറ്റ് എനിക്ക് ഒന്ന് കുറച്ചുകൂടി നല്ലതാണെന്ന്. പിന്നെ ഇത് ആൻറ്റി ഓയിൽ ആൻഡ് ഈസി വാഷബിളാണ്. അതുപോലെ സ്ക്രാച്ചും വരത്തില്ല. പിന്നെ ഇത് നല്ല ഹൈജീനിക്കാണ് കേട്ടോ. അതുമാത്രമല്ല ഇത് ഡിഷ് വാഷർ സേഫും കൂടിയാണ്. പിന്നെ ആ ബ്രൈറ്റ് കളേഴ്സ് കൊണ്ട് പേടിക്കേണ്ട, അത് ബേബി സേഫ്റ്റി എൻഷുർ ചെയ്ത് അവർ പ്രിൻറ്റ് ചെയ്തതാണ്. ഇപ്പോൾ വിക്കിന് കൊടുക്കാനുള്ള ഫുഡ് കൂടെ ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ഫുഡൊക്കെ എനിക്ക് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഭംഗിയാവാനായിട്ട്, കുറച്ച് ഷേപ്പൊക്കെ ആക്കാനായിട്ട് ഒരു ബൗളിൽ ചെയ്തിട്ട് അത് പ്ലേറ്റ് കൊണ്ട് കമഴ്ത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ വിക്കിയുടെ പ്ലേറ്റും വാമിയുടെ പ്ലേറ്റും ഇവിടെ റെഡിയാണ്. ഇനി അവർ പോയി വിളിക്കാം. കാലങ്ങളൊന്നും ആയിട്ടില്ല, മാസങ്ങളായിട്ടില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കും, വിക്കിയുടെ കുറേ നാളായിട്ട് ഈ വ്ളോഗിൽ ഇല്ലായിരുന്നല്ലോ, എവിടെ നിന്ന് വന്നു, എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? പാലക്കാട്. അപ്പോൾ അവരിപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അതിൻ്റെ ക്രിസ്മസ് ലീവ് പ്രമാണിച്ച് മാമിനെ കാണാൻ നല്ലച്ഛൻ. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അത് കുറേ പേര് ഇൻസ്റ്റാഗ്രാമിൽ വിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ട്രിവാൻഡ്രം ലുലുമാളൊക്കെ ഒന്ന് കറങ്ങി. പാലക്കാട് എല്ലാവരും ലുലുമാൾ വന്ന കാര്യം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഞങ്ങളുടെ മിനി ലുലുമാൾ എത്തിയിരിക്കുകയാണ് പാലക്കാട്. അപ്പോൾ അവിടെ പോകാൻ പറ്റിയില്ല. പാലക്കാട് ലുലുമാൾ അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഇവിടെ ലുലുമാൾ പോയി. ഇന്ന് പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടിയൊന്നുമില്ല. ക്രിസ്മസ് അപ്പൂപ്പനെ കാണാൻ വാങ്ങിയിട്ട് ലുലുമാളിലേക്ക് അഡിക്റ്റ് ആണ്. എന്നൊന്നും ലുലുമാൾ വേണ്ട. ക്രിസ്മസ് ക്രിസ്മസ് അപ്പൂനെ ഒന്നുമില്ല. വാമിയുടെ അച്ഛൻ്റെ രോമം കുറച്ച് വെളുപ്പിച്ചെടുത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി. ക്രിസ്മസ് അപ്പൂനെ കാണിച്ചതാണ് അച്ഛൻ. ക്രിസ്മസ് അപ്പൂനെ കാണിച്ചത്. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല ബിരിയാണി കഴിക്കാം. ബിരിയാണി
ക്രിസ്മസിനൊക്കെ നമ്മൾ ഫുഡ് നല്ലത് കിട്ടുമായിരുന്നു വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ബിരിയാണി കഴിച്ച് നോക്കാം. ബിരിയാണി സ്പെഷ്യൽ ഫാമിലി എന്താ സ്പെഷ്യൽ? അപ്പോൾ അച്ഛനും മാമിയും കൂടി പോയി ബിരിയാണി കഴിക്കാം അല്ലേ? ഓക്കെ. ടേസ്റ്റ് ഉണ്ടെന്ന് നോക്കി പറയണേ മമ്മി. കഴിച്ചു കഴിച്ചു മക്കൾ കഴിച്ചു. എങ്ങനെയുണ്ട്? ബ്രാവോ. പിന്നെ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഞാൻ മാമിക്ക് ഒരു ഡെസേർട്ട് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് പ്ലം കേക്കും പിന്നെ ഐസ്ക്രീമും പിന്നെ ടോപ്പിങ്സ് പോലെ കുറച്ച് സ്ട്രോബെറി ഒക്കെ ആഡ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് പിന്നെ അതുപോലെ കുറച്ച് ആൽമണ്ട്സിൻ്റെ ചിപ്സും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ വെച്ചതായോണ്ട് ഞാൻ തന്നെ വെച്ച എന്നോട് നീ എന്നെ ചോദിക്കുന്നില്ലേ? റൈസ് എങ്ങനെയുണ്ടാ അമ്മ? ഇതിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുള്ളേ? ഐസ്ക്രീം ഓക്കെ. പിന്നെന്താ? കേക്ക്. ഇറ്റ്സ് ക്രിസ്മസ്. സോ അമ്മ പ്ലം കേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പ്ലം കേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കഴിച്ചോ? ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞ എല്ലാവർക്കും. ടു ഓൾ. കഴിക്കൂ കഴിക്കൂ. ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ബൈ ബൈ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്രിസ്മസ് ഫുഡ് വ്ലോഗ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.